ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ജാനുവരി 29 എനർജീസാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് ന്യൂ മൂണിൻ്റെ എനർജിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഞാൻ റീഡിങ് ചെയ്യുന്നതാണ്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 29 എനർജീസ് എന്താണ്. വെനസ്ഡേ പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ എനർജീസ് എന്താണ്. താങ്ക് യു. ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നേടണം, ആ ഒരു ഡിറ്റർമിനേഷൻ്റെ ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, തൻ്റെ ഒപ്പീനിയൻ, തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തിയും ഇവിടെ ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ 6 ഓഫ് വോൺസിൻ്റെ എനർജി, കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഡൗട്ടാണ്. നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ ഡൗട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ കൺഫ്യൂഷനിലോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ഫ്രീ വില്ല്, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ മൂല്യത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു എക്സാക്ട്ലി ആ ഒരു എനർജിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ചില സെറ്റ് ബാക്സ്, അല്ലെങ്കിൽ ഒത്തിരി പരിശ്രമിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ചുറ്റും ഒത്തിരി കോമ്പറ്റീഷൻ്റെ എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സത്യം, ട്രൂത്ത് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഇല്യൂഷൻ, മായ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരെയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രീ വിൽ, ഫ്രീഡം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് 6 ഓഫ് സോഡ്സിൽ വന്നിട്ട് ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്, യാത്രയുടെ എനർജി. കുറച്ച് പേർക്ക് ഒരു റിലീഫാണ്, എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ്, പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, ഒരു റീകൺസിലിയേഷൻ ലഭിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റി, വറി, അതിൽ നിന്നെല്ലാം കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, മുന്നോട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നിട്ട്, സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു എനർജിയും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു എനർജി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, അത് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എനർജി വന്നിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ന്യൂ മൂൺ എനർജി നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ന്യൂ മൂൺ മെസ്സേജസ് നോക്കാം. അതായത് ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് എന്താണ്, ബ്ലെസ്സിങ്സ് എന്താണ്, ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ന്യൂ മൂൺ എനർജീസ് എന്താണ്. താങ്ക് യു.
void moon, do nothing, moon in detriment, cut your losses, follow the moon, watch for signs. ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു സൈക്കിൾ ടൈമിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. പല കാര്യങ്ങളും എൻഡ് ചെയ്യുന്നതാണ്. മേജറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സംഭവിക്കുന്നതാണ്. കുറച്ച് പേരുടെ ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിൽ ഹീലിംഗ് വരുന്നുണ്ടാകാം. സത്യം, ട്രൂത്ത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ട്രൂത്ത് ആയിരിക്കാം, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ സത്യങ്ങൾ എന്താണ്, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു മൂൺ സൈക്കിളിൽ, ഈ ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു 1 month സൈക്കിളിൽ വന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എനർജീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ്, സിമ്പിൾസ്, മെസ്സേജസ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും സ്പിരിറ്റ് ആനിമൽസ് ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യുക. ആ ഒരു എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് കൊണ്ടുവരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വാച്ച് ഫോർ സൈൻസ്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ ഒപ്റ്റിമിസം, കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസം, ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ക്ലെൻസിങ്ങിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ബാക്കിൽ മൂൺ റൈസിങ് ട്രൂത്താണ്. നിങ്ങളുടെ കറണ്ട് എനർജി വന്നിട്ടും ഇവിടെ സത്യം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സെർച്ചിലാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് പാസ്റ്റിൽ ഈ കാര്യങ്ങൾ നടന്നത്, ഞാൻ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്തിനാണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ സത്യം, അതിൻ്റെ ട്രൂത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ക്ലെൻസിങ് കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ മെഡിറ്റേറ്റീവ് മൈൻഡിലിരിക്കാനായിട്ട്, കുറച്ചും കൂടെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്പേസ് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിലും ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ ഈ ഒരു ന്യൂ മൂൺ എനർജി കൊണ്ടുവരുന്നുണ്ട്. കുറച്ചും കൂടെ സ്വസ്ഥത, കുറച്ചും കൂടെ സമാധാനം, കുറച്ചും കൂടെ പീസിൻ്റെ എനർജി നിങ്ങൾക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഈ ഒരു ന്യൂ മൂൺ എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സ്റ്റാർസും കാണുന്നുണ്ട്. ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങളുടെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു ന്യൂ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ മോചനമായിരിക്കാം, ഒരു ഹെൽപ്പായിരിക്കാം, അതും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ നമുക്ക് കാക്ടസിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ശത്രുക്കളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാർഷായിട്ടുള്ള എനർജീസും ഉണ്ടാകാം. അവിടെ നിന്നെല്ലാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി, സംരക്ഷിച്ച് നിർത്തുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കുക, ബോൾഡായിട്ടിരിക്കുക. കട്ട് യുവർ ലോസസ്. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പാസ്റ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു ട്രൂത്ത് ഉണ്ട്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക, അത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണിയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒത്തിരി ഭാരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കളയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നഷ്ടങ്ങൾ പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം.
പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഓപ്പണപ്പ് ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രൗണ്ടഡ് എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫൈവ് ഓഫ് വോൺസ് വന്നിട്ട് ഇവിടെ പറയുന്നത്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ നഷ്ടങ്ങൾ, ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ്, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഇവിടെ എനർജീസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് ഫെയിലിയേഴ്സ്, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ലെസൺസ് എന്താണ്, അത് നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്, അതിലോട്ടും നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പായിരിക്കാം, ഫ്രണ്ട്ഷിപ്പായിരിക്കാം, കുട്ടികളായിട്ടുള്ള ആ ഒരു എനർജി ആയിരിക്കാം. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, പഠന വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം ഒരു ന്യൂ എനർജി, പുതിയൊരു എനർജി വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സാം കൊടുത്തിട്ടുണ്ടാകാം, ഓൾറെഡി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ചേഞ്ചസ്, പോസിറ്റീവായിട്ടുള്ള എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സപ്പോർട്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടായിരിക്കാം മുന്നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബുക്സ് വളരെ ഫോക്കസിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് തന്നെ ചോദിക്കുക. കുറച്ച് പേര് റൈറ്റേഴ്സ് ഉണ്ടാകാം, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത്? 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടിരിക്കാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് റൂട്ട് ചക്ര ബാലൻസ് ആയിരിക്കാം. ഫിയർ, പേടി, അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം. ഓക്കെ, ബാക്കിലും കണ്ടോ ഇവിടെ എംപററിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അവിടെ എന്ത് ചെയ്യണം, അതിലെല്ലാം ഒരു ക്ലാരിറ്റി, വ്യക്തത വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രക്ചർ, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂ എനർജി ആയിരിക്കും. ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു പ്രേരണ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അതുവഴി എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആയിരിക്കാം. ചിലപ്പോൾ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ആയിരിക്കാം ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജി, ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെയും ടവറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. പെട്ടെന്നുള്ള ഷിഫ്റ്റായിരിക്കാം, മാറ്റങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. പുതിയ കാര്യങ്ങൾ ആഡ് ആകുന്നുണ്ടാകാം, വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസും, അതുപോലെ തന്നെ ന്യൂ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസും ബ്ലെസ്സിങ്സും വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 29 വെനസ്ഡേയുടെ എനർജി എന്താണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു.
മൂണിൻ്റെ എനർജിയാണ്. ട്രാൻസ്ഫോർമേഷൻ. 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഇന്നത്തെ ഗൈഡൻസ് വന്നിട്ട് ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെടുക, എന്തെങ്കിലും നെഗറ്റീവ് എനർജി, വറി, ഉറക്കമില്ലായ്മ, റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്, എന്തെങ്കിലും നെഗറ്റീവ് എനർജി കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഫൊർഗീവ്നെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ ഹേർട്ട് ചെയ്തത് അവിടെ കുറച്ചൊരു കമ്പാഷൻ, ഒരു സ്നേഹം, ഒരു ഫൊർഗീവ്നെസ് നിങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ ഒരു എനർജി വന്നിട്ട് ആ ഒരു വ്യക്തിയോട് തുറന്ന് പറയണം എന്നില്ല. നിങ്ങളെ കുറച്ചും കൂടെ കാമാക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ഓൾറെഡി മിൽക്ക് സ്പില്ലായിട്ടുണ്ട്, ഓൾറെഡി നടക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വറി ചെയ്യാതിരിക്കുക. ഇവിടെ നമുക്ക് ഒരു മിൽക്കിൻ്റെ കാർട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്, ഫുൾ മിൽക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത്, അതിനുള്ള പോസിബിലിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ, പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അതെങ്ങനെ യൂസ് ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾക്ക് വിഷമം വന്നു, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ കാര്യവും ആയിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് നിങ്ങൾ ചിന്തിക്കാനായിട്ട്, പ്രേയേഴ്സിൻ്റെ എനർജി, പ്രാർത്ഥനയുടെ എനർജി, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് റിലീസിൻ്റെ എനർജിയാണ്. നമ്മൾ കരയണ സമയത്ത് നമ്മളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പല എനർജീസും നമുക്ക് റിലീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. പക്ഷെ അത് എത്ര സമയം നിങ്ങളതിന് കൊടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് റിക്കവർ ആകാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിലും ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് സഡനായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ റിയലൈസേഷൻ്റെ എനർജി ആയിരിക്കാം, ചിലപ്പോൾ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമ്മളുടെ മുന്നിലോട്ട് വരുന്ന സമയമായിരിക്കാം, ഒരു വ്യക്തിയുടെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള എനർജി, ആ ഒരു ട്രൂ സൈഡ് മനസ്സിലാകുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നതായിട്ട്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാറ്റം നിങ്ങളെ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു കെയർഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഡിവൈൻ ടൈം ട്രസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോയ എനർജിയെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നുണ്ടാകില്ല. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അപ്പോൾ ഡിവൈൻ ടൈം അത് നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ടൈം വൈസായിട്ട് മാനേജ് ചെയ്യാനായിട്ടും പഠിക്കുക, അല്ലെങ്കിൽ അതും ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഡൻ ആയിട്ടുള്ള നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടാകാം, അത് പിന്നെ ഒരു കൺഫ്യൂഷൻ, ഒരു ടെൻഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ഓർഡറിൽ, കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മൂൺ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഒത്തിരി സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെയും റിവീലേഷൻ്റെ എനർജി, ഇവിടെയും റിയലൈസേഷൻ്റെ എനർജി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ വരുന്നുണ്ടാകാം, അത് നല്ല എനർജിയാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോൺസ് കൊടുക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ ഹാൻഡ്സിലാണുള്ളത്. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ മദർ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ വിട്ടുപോയ ഒരു ഫെമിനിൻ എനർജി ആയിരിക്കും. ആ ഒരു എനർജിയുടെ ഒത്തിരി സ്നേഹം, ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മദർ ഹീലിംഗ് ആയിരിക്കാം. അമ്മയായിട്ടുള്ള ആ ഒരു എനർജിയിൽ കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നുണ്ടാകാം. എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് വരുന്ന ഒരു സമയമായിരിക്കാം. 4 ഓഫ് വോൺസിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്.
കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മൈൽ സ്റ്റോൺ, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ടായിരിക്കാം, നിങ്ങളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തി ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ, ആഘോഷങ്ങളുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോസ്പെറിറ്റി, എന്തെങ്കിലും അബണ്ടൻസ് വരുന്നുണ്ടാകാം. കണ്ടോ, എന്തെങ്കിലുമൊക്കെ അക്കംപ്ലിഷ്മെൻറ്റ്, സെലിബ്രേഷൻ്റെ എനർജി, എന്തെങ്കിലും കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് വന്നിട്ട് ഇതിൽ നിന്നും മാറ്റുക, ലൈഫിലുള്ള ഈ ഒരു ബ്ലെസ്സിങ്സിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നെക്സ്റ്റ് ന്യൂ മൂണിൻ്റെ എനർജീസ് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ ന്യൂ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ന്യൂ മൂൺ മെസ്സേജസ് എന്താണ്? താങ്ക് യു. സപ്പോർട്ട്, റിലീസ് ബ്ലോക്സ്, embrace uncertainty. ഇവിടെ ബാക്കിൽ വന്നിട്ട് ഹയർ പവർ. ഇവിടെ കുറച്ച് പേര് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹയർ പവർ അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ആയിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുവഴി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് സംഭവിച്ചിട്ടുണ്ടാകാം, പുതിയ സ്റ്റാർട്ട്, പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നടന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം കുറച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ കുറച്ച് പേരിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗോഡസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ദേവിയുടെ എനർജി, ഗോഡസിൻ്റെ എനർജിയും നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു എനർജിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതിനുള്ള എന്തെങ്കിലുമൊക്കെ റിസൾട്ട്, എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നേക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു സൈക്കിളിൽ, ആ ഒരു 1 month സൈക്കിളിൽ നിങ്ങളോട് പറയുന്നത് എംബ്രേസ് അൺസർട്ടനിറ്റി. അതായത് അൺനോൺ ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ പാതയിൽ ക്ലിയർ അല്ലാത്ത പല സിറ്റുവേഷൻസും ഉണ്ടാകാം, വ്യക്തത ലഭിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പോൾ ഒരു ന്യൂ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുമോ, കിട്ടുമോ, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലായിരിക്കാം, നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു വ്യക്തി എന്നോട് എസ് പറയുമോ, എന്ത് വേണമെങ്കിലും ആകാം. ഒരു അൺനോൺ ആയിട്ടുള്ള, ഒരു ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്താ പറയുക, എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ ഓവറായിട്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാതിരിക്കുക, അതിന് എതിർ ദിശയിൽ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതാണ്. ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു ഗൈഡൻസ് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഹീൽ ചെയ്യുക. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ്, ഇമോഷണൽ സ്റ്റേറ്റിലും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് നിർത്താനായിട്ട്, വൈകാരികമായിട്ടുള്ള എനർജിയിലും ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷിഫ്റ്റ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ആ ഒരു ഷോക്ക്, ആ ഒരു കാര്യങ്ങളും നിങ്ങളെ അലട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു എന്താ പറയുക സൈക്കിൾ, ഈ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ ചിലപ്പോൾ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകാം. നിങ്ങളുടെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഒന്നും തളർന്നു പോകാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ അപ്പ് ആകുന്നതാണ്. അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂ മൂൺ എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി സപ്പോർട്ടിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്, സഹായത്തിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജിയും ആയിരിക്കാം, ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള എനർജി ആയിരിക്കാം, കൊളാബറേഷൻ്റെ എനർജി ആയിരിക്കാം.
ഫ്രണ്ട്സിൻ്റെ, ഫാമിലിയുടെ ഒരു സപ്പോർട്ടായിരിക്കാം, ഒരു സഹായമായിരിക്കാം ഈ ഒരു ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ എനർജിയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നോളേജ്, അറിവ് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം വലുതാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂട്യൂബ് ചാനലിലുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതായിരിക്കാം, നിങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതായിരിക്കാം. ആ ഒരു പോസിബിലിറ്റീസും ആ ഒരു ന്യൂ എനർജീസും നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹീലിംഗ് ആണ്. പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സഹായമായിരിക്കാം, ഒരു സപ്പോർട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരണ സമയത്ത്, സപ്പോർട്ട്, ഹെൽപ്പ്, ഒരു സഹകരണം അത് വരണ സമയത്ത് നിങ്ങളോട് പറയുന്നത് ഒന്നും ബ്ലോക്ക് ചെയ്യാതിരിക്കുക, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാം കറക്റ്റ് ആ ഒരു എനർജിയിൽ വന്ന് വീഴുന്നതാണ്. നിങ്ങൾ ഓവറായിട്ടത് എന്താ പറയുക, കൺട്രോൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക, ഓവറായിട്ട് അവിടെ പവർ കൊടുക്കാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കി വച്ചേക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളെ എന്തെങ്കിലും സിറ്റുവേഷനിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹീൽ ചെയ്യാം, ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കാം, എന്ത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു പ്രശ്നം തരണം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാം, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിൻ്റെ എനർജി, ട്രാവലിൻ്റെ എനർജി, അബണ്ടൻസിൻ്റെ എനർജി, സ്ട്രോങ് ആയിട്ടുള്ളൊരു മാസ്കുലിൻ എനർജിയും ആയിരിക്കാം. ഈ ഒരു വ്യക്തിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ലഭിക്കുന്നതുമായിരിക്കാം. ചിലപ്പോൾ ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി എന്താ പറയുക, മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അറിവ് നൽകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ട്രാവൽ ഇവിടെ മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാകാം. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടും ആയിരിക്കാം. ഇവിടെ വന്നിട്ട് എഗെയിൻ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് ബ്ലോക്ക്സ് എന്താണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത്. കുറച്ച് പേർക്ക് എലോൺ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, തനിച്ചിരുന്ന് തൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, തൻ്റെ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒത്തിരി ഹീലിംഗ് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടിലും ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ആത്മീയമായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്കേജ്, സബ് കോൺഷ്യസ് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, അത് നീങ്ങാനായിട്ടുള്ള ഒരു ന്യൂ എനർജി, ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളെ ഒത്തിരി മെൻ്റലി എഫക്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, നിങ്ങളറിയാതെ മറ്റുള്ള എനർജീസ് പ്രവർത്തിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളെന്താണോ ഈ ഒരു സോഡ്സിൻ്റെ ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു മാനസിക വിഷമത്തിൽ നിർത്തിയേക്കുന്നത്, അതിൽ നിന്നൊരു ഫ്രീഡം, ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കാം. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ആൻസർ ലഭിക്കുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നതുമാകാം. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് ആൻഡ് 4 ഓഫ് കപ്സിൻ്റെ എനർജി.
കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ ഒരു ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരീഡ് ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ എനർജി, ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രഗ്നൻസിയുടെ എനർജി ആയിരിക്കാം, ചൈൽഡ് ബർത്തിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും അഡിഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ജസ്റ്റിസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ വേദനിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ്, എന്തെങ്കിലുമൊക്കെ നീതി വേറൊരു രൂപത്തിൽ, വേറൊരു എനർജി ഫോമിൽ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് ഒരു ബ്ലെസ്സിങ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അഗെയിൻ നിങ്ങൾ നോട്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എക്സാക്ട്ലി ആ ഒരു ഫോമിൽ, ആ ഒരു എനർജിയിലായിരിക്കണം എന്നില്ല അത് വരുന്നത്. അപ്പോൾ ഈശ്വരനിൽ സമർപ്പിക്കുക. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പുതിയ എനർജീസ്, പുതിയ പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ധൈര്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുവരുന്നത്? താങ്ക് യു. ടവറാണ്, ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റ്, മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, അതൊരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് സർപ്രൈസിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ലോൺ പാസ്സാകുക, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? താങ്ക് യു. 7 of Swordsൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന കാര്യങ്ങൾ ഓൺ ചെയ്യാനായിട്ട്, റെസ്പോൺസിബിൾ ആകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ റുട്ടീൻ ഇവിടെ കറക്റ്റ് ആകുന്നതാണ്. കുറച്ചും കൂടെ രാത്രിയിൽ കറക്റ്റായിട്ട് ഉറങ്ങുക, കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ടും കുറച്ച് പേര് മാറുന്നതായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള എനർജീസ് വരുന്നതായിട്ട്, പ്രേരണ വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ലെറ്റ് ഗോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, വ്യക്തിയായിരിക്കാം, സ്വഭാവമായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലെ തന്നെ എന്തെങ്കിലും പാറ്റേൺസ് ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, അത് കുറച്ച് പേർക്ക് മറികടക്കാനായിട്ടും ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസും അതുപോലെ തന്നെ ന്യൂ മൂൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസും ബ്ലെസ്സിങ്സും വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.